ഒരു വിജയത്തിന് പിന്നിൽ പ്രതിഭയോടൊപ്പം തന്നെ കൃത്യമായ തയ്യാറെടുപ്പും അർപ്പണബോധവും ഉണ്ടാകാറുണ്ട്. 2026 ജെ അഡ്വാൻസ്ഡ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നന്ദൻ എസ് നായർ അത്തരമൊരു വിജയ കഥയുടെ ഉടമയാണ്. കെ സ്കൂൾ മാന്നാനത്തെ +1+2 പഠനത്തോടൊപ്പം ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ IIT എയിംസ് 2-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ എൻട്രൻസ് പരിശീലനം നേടിയ നന്ദൻ ജെ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 1939 കരസ്ഥമാക്കി ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്വദേശിയായ നന്ദൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ സി ശങ്കരനാരായണന്റെയും ശ്രീജ രാജുവിന്റെയും മകനാണ്. നന്ദൻ എസ് നായർ തന്റെ വിജയയാത്രയും ഭാവി ലക്ഷ്യങ്ങളും പങ്കുവെക്കുന്നു. India's toughest entrance exam, if not the world's toughest entrance exam, ജെ അഡ്വാൻസ്ഡ്. ജെ അഡ്വാൻസ്ഡ് 2026 എക്സാമിനേഷനിൽ ഏറ്റവും മികച്ച സ്കോറോടുകൂടി ഏറ്റവും നല്ലൊരു റാങ്ക് കരസ്ഥമാക്കി കേരള ടോപ്പേഴ്സിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നന്ദൻ എസ് നായർ. സോ നന്ദൻ, ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് ബിഗ്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ഇത്ര ഒരു സ്കോർ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര നല്ലൊരു റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് റെസ്പോൺസ്? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും പ്രതീക്ഷയില്ല. പരീക്ഷ എഴുതിയപ്പം കുറച്ച് ടഫൊക്കെ ആയതുകൊണ്ട് പാനിക്കും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് വന്നപ്പം ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഈ പേരൻസിൻ്റെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവരുടെ ഇത്രയധികം റാങ്ക് ഉണ്ടല്ലോ, സ്കോർ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ? അവർക്കും ഞാൻ പറഞ്ഞപ്പം പരീക്ഷ പാടായിരുന്നു, ഈ ടെൻഷനൊക്കെ ആയെന്ന് പറഞ്ഞപ്പോൾ അവർക്കും കുറച്ച് ലോ സ്കോറൊക്കെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ വന്നപ്പം എല്ലാവർക്കും ഭയങ്കര സർപ്രൈസും സന്തോഷമായി. ഓക്കെ, അപ്പോൾ ഇത്രയും സ്കോർ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു? ഇല്ല. അത്ര എക്സാം ടഫായിരുന്നോ? എനിക്ക് പേഴ്സണലി ഫസ്റ്റ് പേപ്പർ കുറച്ചും കൂടെ ഒരു ഭയങ്കര ടെൻഷനായ സമയത്ത്. ഓക്കെ, മൈൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയത്, എന്നാലും ഭയങ്കരമായിട്ട് പേടിച്ചു പോയ ആ സമയം പരീക്ഷ എഴുതിയപ്പം. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് വന്നായിരുന്നു. ഓക്കെ, ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് നമ്മളെ ബുദ്ധിമുട്ടിച്ച് കളഞ്ഞൊരു സബ്ജക്ട് എക്സാമിൻ്റെ വന്നപ്പോൾ? സാധാരണ ഞാൻ ഫിസിക്സ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഫിസിക്സാണ് കുറച്ചും കൂടി സ്ട്രോങ് തോന്നിയത്. അപ്പം ഫിസിക്സ് ഞാൻ ഫസ്റ്റ് പേപ്പർ തുടങ്ങിയപ്പം എനിക്ക് അധികമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണമായിരുന്നു തോന്നുന്നു ഫുൾ പരീക്ഷ ടെൻഷനൊക്കെ വന്നത്. പക്ഷെ അത് പിന്നെ പതുക്കെ കെമിസ്ട്രിയിലോട്ട് മാറി അത് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സിലോട്ട് വന്നപ്പം മാറി കുറച്ചുകൂടെ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഡൂവബിൾ സൈഡിലായിരുന്നു. ഓക്കെ, മാത്സ് എങ്ങനെയായിരുന്നു? മാത്സ് കുഴപ്പമില്ല, മോഡറേറ്റ് ടു ടഫ് എന്ന് പറയാൻ പറ്റില്ല. സെക്കൻഡ് പേപ്പർ മാത്സ് കുറച്ച് എളുപ്പമായിരുന്നു. മോഡറേറ്റ് ലെവലായിരുന്നു മാത്സ്. ഐ തിങ്ക് ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു റിവ്യൂ ആയിരുന്നു, ലൈക്ക് ഫിസിക്സ് വാസ് എ ബിറ്റ് ടഫർ ദാൻ എക്സ്പെക്റ്റഡ് എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കമ്പോഷർ വിടാണ്ട് നമ്മളത് മാക്സിമം നമ്മൾ എടുത്തു. അതുകൊണ്ടാണ് മികച്ച രീതിയിൽ തന്നെ ആ കമ്പോഷർ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്, ഇത്ര വലിയൊരു സ്കോറും റാങ്കും ഒക്കെ അതിന് നേടാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിനോട് എന്താണ് പറയാനുള്ളത്? വെരി ബിഗ് താങ്ക്സ് എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും. അടിപൊളി ഫാക്കൽറ്റിയാണ്, എല്ലാം നല്ലോണം പഠിപ്പിച്ചു, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചറായ ജോസഫ് സാറിനോടും പിന്നെ സെൻറ്റർ കോർഡിനേറ്റർ ബിജു സാറിനോടും എല്ലാം ഒരു ബിഗ് താങ്ക് യു. അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു, ഒരുപാട് മോട്ടിവേഷനൊക്കെ തന്നു. എല്ലാവരോടും താങ്ക് യു. ആൻഡ് വാട്ട് അബൌട്ട് ദി പ്രൊഫസേഴ്സ്, അവരുമായിട്ടുള്ള അപ്രോച്ചൊക്കെ എങ്ങനെയാണ്? കാരണം ഞാൻ ചോദിക്കാൻ കാരണമാണ്, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഈ സില്ലി മിസ്റ്റേക്സിനൊക്കെ അവരുടെ അടുത്ത് ചെന്ന് ഡൗട്ട് ചോദിച്ചാൽ അവർക്ക് എന്ത് തോന്നും, ഇതൊക്കെ അവരുടെ അടുത്ത് പോകണോ, അങ്ങനത്തെ ഒരു സാഹചര്യം നന്ദൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് അത്രയും നാണമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സാറിൻ്റെ അടുത്ത് നേരെ ഡൗട്ട് വരികയാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കും. പിന്നെ ക്ലാസ്സിൽ തന്നെ ചോദിക്കാൻ നോക്കും, മാക്സിമം ഡൗട്ട്സ് എല്ലാം പഠിപ്പിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്ന ഗോള്, അല്ലാണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരുന്നോ? യൂസ് ചെയ്യുന്നു. അഡ്വാൻസിന് സമയത്ത് വീഡിയോസ് ഇടുമായിരുന്നു അവർ, ഒരു പരീക്ഷൻ്റെ റിവ്യൂ ഒക്കെ. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലാൽകൃഷ്ണ സാറിൻ്റെ വീഡിയോസും കിഷോർ സാറിൻ്റെ വീഡിയോ ഒക്കെ, രാവ് സാറിൻ്റെ വീഡിയോ എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതെല്ലാം പരീക്ഷ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കും. പിന്നെ ഒരുപാട് സമയം കളയത്തില്ല, കാരണം അവരുടെ മെത്തേഡ്സാണ് കുറേ കൂടെ നല്ലത്. അപ്പം അതെല്ലാം പഠിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഓക്കെ, നന്ദൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്?
എൻ്റെ അച്ഛനുണ്ട് ശങ്കർ നാരായണൻ, IT പ്രൊഫഷനിലാണ്, സൈബർ സെക്യൂരിറ്റി സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അമ്മ എഞ്ചിനീയർ. അമ്മയും എഞ്ചിനീയർ തന്നെയാണ്, ശ്രീജ രാജു എന്ന പേര്. ഇപ്പം വർക്ക് ഫ്രം ഹോം രണ്ടുപേരും. അനിയൻ ഇവിടെ ഒരു അനിയനുണ്ട്, 7th സ്റ്റാൻഡേർഡിലാണ് ഇപ്പം പഠിക്കാൻ പോകുന്നത്. 6th 7th പോകും. ഓക്കെ. അപ്പോൾ അച്ഛനും അമ്മയും എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ നന്ദനും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക്, അതോ വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഫാക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായിരിക്കും. എനിക്ക് കൊച്ചിലെ വലിയ ബയോളജിക്ക് താല്പര്യമില്ല. പിന്നെ കുറച്ചും കൂടെ ഈ ടിങ്കറിങ് ക്രിയേറ്റിംഗ് ഒക്കെ അതായിരുന്നു കുറച്ചും കൂടെ താല്പര്യം. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനോട് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. എനിക്ക് തോന്നുന്ന IIT ആസ്പിറൻസിൻ്റെ ഒരു കോമൺ ട്രേറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കി എടുത്തൊരു കാര്യം തന്നെയാണ് ഇത്. കാണാണ്ട് പഠിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല, ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് പോകാനാണ് താല്പര്യം. ഓക്കെ. അപ്പോൾ അച്ഛനും അമ്മയും IT സെക്ടറിലാണെന്ന് വേണമെങ്കിൽ പറയാം. നന്ദൻ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ലൈക്ക് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രീമോ അങ്ങനെ എന്തെങ്കിലും? CS അധികം താല്പര്യമില്ല, പക്ഷെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കുറച്ചും കൂടെ കോർ ഫിസിക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കുറച്ച്. എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് ഒരു താല്പര്യം? അത് അങ്ങനെ വെച്ചാൽ കൊച്ചിലെ മുതൽ അതാ എനിക്ക് ഇഷ്ടം. ഈ കൊച്ചിലെ റോബോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ ഒക്കെ നോക്കുമായിരുന്നു. അപ്പം അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട് കൊച്ചിലെ കുറച്ചൊക്കെ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് 10th ക്ലാസ് വരെ ചെയ്യുമായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഒരു ഡ്രീം ക്യാമ്പസ് ചോദിക്കുവാണെങ്കിലോ? IIT ബോംബെ ആയിരിക്കും. IIT ബോംബെ, അതിനും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഉത്തരമാണ്, ചിന്തിക്കുന്നൊന്നുമില്ല. ഓക്കെ. എന്തുകൊണ്ടാണ് IIT ബോംബെ? അങ്ങനെ വെച്ചാൽ ക്യാമ്പസ് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ അടിപൊളി ലൈഫാണ്, കോളേജ് ലൈഫ് നല്ലതാണ്. പിന്നെ ഈ എല്ലാം കൊണ്ടും എല്ലാവരും IIT എന്ന് പറയുമ്പോൾ IIT ബോംബെ എന്ന് എല്ലാവരും ആദ്യം പറയുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവിടുത്തെ ക്യാമ്പസാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ മൊത്തത്തിൽ കോഴ്സസും എല്ലാം ഭയങ്കര ഹൈ പ്ലേസ്മെന്റ് ഒക്കെ തരുന്നത്. അപ്പം അതെല്ലാം കൊണ്ടാണ് IIT ബോംബെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ഹാപ്പി. അപ്പോൾ ഈ ലാസ്റ്റ് 2 years ബെർലിൻ്റെ കൂടെയായിരുന്നു എൻട്രൻസ് കോച്ചിങ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളൊക്കെ കീപ്പ് ചെയ്ത് നമ്മളിങ്ങനെ പഠിച്ചു പോയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു? 2 years അല്ല സാർ, ആക്ച്വലി 4 years ആയിരുന്നു. 9th 10th പിന്നെ +1 +2 ഞാൻ ബ്രില്യൻ്റ് കൂടെ ആയിരുന്നു. ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു 9th 10th. ബ്രില്യൻറ്റ് വിചാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കര ടഫാണ്. പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സാർമാരൊക്കെ കേട്ടുപോയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടി ഇറങ്ങാം. കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമ്മളെപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് നീങ്ങാൻ നോക്കണം. അവർ പറയുന്നതിൽ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരെല്ലാവരും എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ക്ലാസ്സിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നല്ല ടോപ്പ് നോച്ച് ഫാക്കൽറ്റിയാണ് ഇവിടെ ബ്രില്യൻറ്റിലുള്ള. അപ്പം സാർമാരൊക്കെ ഭയങ്കര കണ്ടൻറ്റുള്ള നോട്ടൊക്കെ അടിപൊളിയാണ്, നല്ല നോട്ട്സൊക്കെ എല്ലാം ഉണ്ടാക്കും. അതൊക്കെ നല്ല രീതി പഠിച്ചു പോയാൽ നല്ലോണം റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഹോസ്റ്റലിലായിരുന്നു അല്ലേ +1 +2? ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഹോസ്റ്റലിലേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? ആദ്യമായിട്ടാണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്റ്റൽ വീട് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ഹോം സിക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആദ്യം കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ക്ലാസ്സും എല്ലാം ആകുമ്പം ആലോചിക്കാനൊന്നും സമയമില്ല, ജസ്റ്റ് പഠിച്ചു പോവുക. മാക്സിമം നല്ല സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പം അങ്ങനെ വീട് മിസ് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല. പിന്നെ കോൾ ടൈമൊക്കെ അവർ തരും. അപ്പം പ്രത്യേകിച്ച് വീടൊന്നും മിസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇല്ല. ഓക്കെ. ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഭയങ്കര ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണത്. ഓക്കെ. നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ട്, അവർക്കുണ്ട്, എല്ലാവർക്കും ഒരു സംഭവമാണത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ +1 +2 കാലഘട്ടത്തിൽ ഒരു പിയർ ഇൻഫ്ലുവൻസ്? എൻ്റെ പിയേഴ്സ് എല്ലാം ഭയങ്കര ബ്രില്യൻ്റാണ്. അവർക്കെല്ലാം നല്ല ബുദ്ധിയും കഴിവും എല്ലാം ഉണ്ട്. അപ്പം അവരുടെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാത്തപ്പം സാറുമാരല്ലെങ്കിൽ ചിലപ്പം മിക്കവാറും അവരായിരിക്കും ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പം പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് കിട്ടും. പിന്നെ കോൺസെപ്റ്റൊക്കെ നമുക്ക് ക്ലിയർ ആവാത്ത സാധനം ചിലപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കുള്ള കോൺസെപ്റ്റ് എന്തോ. അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എപ്പോഴും കുറച്ചൊക്കെ ഇൻട്രാക്ഷൻ വേണമെന്നാണ് പറയുന്നത്. മാറിയിരുന്ന് പഠിക്കാതെ കുറച്ചൊക്കെ ഇൻട്രാക്ട് ചെയ്ത് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അവരുടെ അപ്രോച്ച് നമ്മുടെ അപ്രോച്ചും എല്ലാം ആ കോൺസെപ്റ്റിനോട് അക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെയെല്ലാം. ഓക്കെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു JEE അഡ്വാൻസ്ഡ് എക്സാം, എക്സാമിന് മുന്നോടിയായിട്ടുണ്ടായിരുന്ന ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ബ്രില്യൻ്റൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രിപ്പറേഷൻ? JEE മെയിൻ കഴിഞ്ഞപ്പം ഒരു
2-3 ദിവസം മാത്രമേ ബഫർ ചെയ്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പ്ലാനൊക്കെ ഉണ്ടാക്കി ഒരു ടൈം ടേബിൾ എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ഫേസ് മേ ബി ഒരു 3 ആഴ്ചത്തേക്ക് ടൈം ടേബിൾ ആയിരിക്കും. അങ്ങനെയെല്ലാം ഉണ്ടാക്കി 3 ആഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം അഡ്വാൻസ് തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഇത്ര ബുക്സ് ഇത്രയും മെറ്റീരിയൽ തീർക്കണം, ഇത്ര പോർഷൻ തീർക്കണം എന്ന് ഗോൾ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പം അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്ലാൻ വേണം, അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് ചെയ്ത് നോക്കിയാൽ തീരുന്ന സാധനമല്ല. അപ്പം ഞാനത് മാക്സിമം മോഡുലേറ്റ് ചെയ്ത് ഓരോന്നും 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വെച്ചിട്ട് ഓരോ ദിവസം ഇത്ര ചെയ്യണം എഴുതിയിട്ട് പിന്നെ അത് ടിക്കറ്റ് പോകുമായിരുന്നു. അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തത് ഏത് സബ്ജക്റ്റിലായിരുന്നു? എനിക്ക് കെമിസ്ട്രി ആയിരുന്നു വീക്ക്. മെയിൻസ് കഴിഞ്ഞപ്പം വരെ എനിക്ക് കെമിസ്ട്രി ഭയങ്കര വീക്കായിരുന്നു. അപ്പം കെമിസ്ട്രി ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കെമിസ്ട്രി തന്നെ. ഓർഗാനിക് കെമിസ്ട്രിയും ഇനോർഗാനിക് ഒക്കെ NCERT ഇരുന്ന് കുറേ വായിച്ച് സെറ്റാക്കിയതാണ്. മാത്സ് ആൻഡ് ഫിസിക്സ്? മാത്സ് ആൻഡ് ഫിസിക്സ് ഈ 2 വർഷം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച 2 സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് മാത്സ് ആൻഡ് ഫിസിക്സ് അങ്ങനെ അധികം പഠിക്കേണ്ടി വന്നിട്ടില്ല അവസാനമായപ്പോഴത്തേക്ക്. ജസ്റ്റ് ആ പ്രോബ്ലംസും പിന്നെ അങ്ങനെ ആ രണ്ട് സബ്ജക്റ്റ് അങ്ങനെ പഠിക്കുന്ന സാധനമല്ല. നമ്മളിപ്പോഴും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അത് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ആ രീതിയിൽ മാത്സ് ആൻഡ് ഫിസിക്സ് ഞാൻ ഫോക്കസ് വിട്ടില്ല എന്നല്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെ സാർ ഈ നമ്മൾ എക്സാമിൻ്റെ കറക്ഷനൊക്കെ വരുമ്പം അതെല്ലാം മാത്സ് ആൻഡ് ഫിസിക്സ് എല്ലാം ചെയ്ത് തന്നെ പോവായിരുന്നു. പിന്നെ അധികം എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടില്ല. 2 വർഷം പഠിച്ച ആ ഒരു ഇത് വെച്ച് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോകുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എക്സാമിന് മുന്നോടിയായിട്ട് ബ്രില്യൻ്റ് ഒരുപാട് മോഡൽ എക്സാമുകളൊക്കെ നമുക്ക് തരുന്നുണ്ട് ആ JEE അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ. ഒരു പക്ഷേങ്കിൽ ചില ദിവസങ്ങളിൽ വേണമെങ്കിൽ JEE അഡ്വാൻസ്ഡിൻ്റെ തന്നെ മുകളിൽ നിൽക്കുന്ന തലത്തിൽ ഒരു ടഫ്നെസ് തോന്നിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ മോഡൽ എക്സാമുകളോട് നന്ദൻ്റെ ഒരു അപ്രോച്ച്? മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു? അതുപോലെ തന്നെ ചിലപ്പോൾ മാർക്കൊക്കെ കുറയും, അത് സ്വാഭാവികമായിട്ട് മാർക്ക് കുറയും. അപ്പോൾ എങ്ങനെയാണ് ബൗൺസ് ബാക്ക് ചെയ്തതൊക്കെ? JEE അഡ്വാൻസിൻ്റെ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എന്ന് പറയുന്നത് മിക്കപ്പോഴും JEE അഡ്വാൻസ് ലെവലിനെക്കാട്ടിയും കൂടുതലാണ്. അപ്പം നമുക്ക് അധികം മാർക്കൊന്നും വിചാരിക്കുന്ന ഇപ്പം ഒരു 180 സ്കോർ ചെയ്യാൻ വിചാരിച്ചാൽ 140 കിട്ടത്തുള്ളായിരിക്കും. അപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ആക്കരുത്, കാരണം അതൊരു റിലേറ്റീവ് പെർഫോമൻസ് ബേസ്ഡ് പരീക്ഷയാണ് JEE അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പം നമ്മൾ മോഡൽ മാക്സിമം എഫേർട്ട് ഇട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഒരു എക്സാം ഒരു മൈൻഡ് സെറ്റിൽ വരിക, എക്സാം തന്നെ എഴുതുന്നതെന്ന് വിചാരിച്ച് പരീക്ഷ എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് തെറ്റുന്നെന്താണോ അതിൻ്റെ കറക്ഷൻ മാത്രം ചെയ്തു പോവുക. അത് പ്രോപ്പറായിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് കറക്ഷൻ ചെയ്ത് തീർക്കുക. അത് കുറേ സമയം എടുക്കും ആക്ച്വലി നല്ലോണം കറക്ഷൻ ചെയ്യണമെങ്കിൽ. അതെല്ലാം ചെയ്ത് പോയാൽ തന്നെ നല്ലൊരു കോൺഫിഡൻ്റ് ആവും നമുക്ക് ഭയങ്കരമായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടേഴ്സ് ചില ദിവസങ്ങളിൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ വന്ന് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയും ചെറിയ മോട്ടിവേഷനൊക്കെ തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നന്ദൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഏത് ഡയറക്ടറായിരുന്നു അന്ന്? സെബാസ്റ്റ്യൻ സാറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം സാറ് എല്ലാ ആഴ്ചയും വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം സാറ് വരുമ്പം സാറ് നമുക്കെപ്പോഴും പറയുന്നൊരു കാര്യമുള്ളൂ, മാർക്കും റാങ്കും കുറവായിരിക്കും, പക്ഷെ കൺസിസ്റ്റൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ഇപ്പോഴും. ഓക്കെ. അപ്പോൾ നന്ദൻ മാത്രമല്ല, നന്ദൻ്റെ പേരൻസും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ശങ്കർ നാരായണൻ. ഞാനൊരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലാണ്. വൈഫ് ശ്രീജ IT ഇൻഡസ്ട്രിയിലാണ്. നന്ദനെ കൂടാതെ ഞങ്ങൾക്കൊരു മകൻ ദേവൻ 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിലോട്ട് പോകുന്നു. അവൻ ഇവിടെ പൂക്കാട്ടുപടിയിൽ പഠിക്കുകയാണ് സ്കൂളിൽ. ഓക്കെ. അപ്പോൾ സാർ JEE അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അതുപോലെ പ്രിപ്പറേഷനും എഫേർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നന്ദൻ ആ ഒരു വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ്? ഇത്ര നല്ലൊരു സ്കോർ ഉണ്ട് അല്ലെ റാങ്ക് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് പേരൻസ് എന്നുള്ള രീതിയിൽ. കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അവൻ്റെ അപ്രോച്ചും പിന്നെ സ്കൂളിൽ നിന്നും ബ്രില്യൻറ്റിൽ നിന്നുമുള്ള സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഓവറോൾ എൻഡ് റിസൾട്ട് വന്നപ്പോഴേക്കും വളരെ സന്തോഷമുണ്ട്. ആൻഡ് വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ബ്രില്യൻറ്റിനോട് എന്താണ് പറയാനുള്ളത്? ബ്രില്യൻറ്റ് ഐ തിങ്ക് വി മെയ്ഡ് എ ഗുഡ് ചോയ്സ്. കാരണം തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് വളരെയധികം നല്ലൊരു സപ്പോർട്ടും എന്താവശ്യത്തിന് വിളിച്ചാലും എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ളൊരു സ്റ്റാഫുണ്ട്. അവിടുത്തെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അവിടുത്തെ ജീവിത രീതികൾ, അവിടുത്തെ ഒരു ഡിസിപ്ലിൻ ആൻഡ് ഈവൻ ഫുഡ്, കുട്ടികൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ പഠിക്കുന്നത്. അതൊക്കെ എല്ലാം കൊണ്ടും വളരെയധികം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്.
മാം, അപ്പോൾ നന്ദൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രില്ലിൻ്റെ അതുപോലെ കെ സ്കൂളിലെ സ്റ്റാഫുകളാണ്. അവരുമായിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു കോൺവെർസേഷനിൽ വരുന്നത്, ഇപ്പോൾ നന്ദൻ്റെ അക്കാഡമിക്സിനെ പറ്റിയുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ടുള്ളത്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു? വളരെ എന്താണ് എഫക്റ്റീവായിട്ട് നമുക്ക് ആവശ്യം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് ഉള്ളപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കുട്ടി നന്നായി ചെയ്യുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉള്ളപ്പോഴും എപ്പോൾ വിളിക്കുമ്പോഴും അവർ റെസ്പോണ്ട് ചെയ്തിരുന്നു. ഫോൺ എടുക്കുകയാണെങ്കിലും ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം ഫോൺ എടുക്കും, നന്ദനോട് പോയി സംസാരിക്കും, നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ഇല്ലെങ്കിൽ കുട്ടി നന്നായി പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കൊരിക്കലും ഇല്ലായിരുന്നു. വി വർ വെരി ഹാപ്പി. അപ്പോൾ നന്ദൻ, വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് ബിഗ് വിൻ. അപ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ അവർ IIT തന്നെ അഡ്മിഷൻ കിട്ടിയ നല്ലൊരു കരിയർ നന്ദന് ആശംസിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.